ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം അതിരൂപതയുടെ കീഴിലുള്ള എൻ്റെ പഴയ ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. 1937 തിരുവനന്തപുരം അതിരൂപത നിലവിൽ വന്നത്. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഇടവക സെൻറ്റ് ഫിലോമിനാസ് എന്ന പേരിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത്. 1942 നവംബർ 22 ഈ ഇടവക നിലവിൽ വന്നത്. ആദ്യമേ ഓലമേഞ്ഞ ഷെഡിലായിരുന്നു ഈ പള്ളി പ്രവർത്തിച്ചിരുന്നത്. ഒരു ക്വീൻലെസ് മദാമയുടെ നേതൃത്വത്തിലാണ് ഈ പള്ളി നിർമ്മാണത്തിൻ്റെ ചുവടുവയ്പ്പുകളൊക്കെ തുടങ്ങിയതും ഏതാണ്ട് പൂർത്തിയായത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം അതിരൂപതയിലെ വൈദികരും OCD അച്ഛന്മാരൊക്കെ ഇവിടെ സേവനം ചെയ്തു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വൈദികനാണ് ഫാദർ ഇറന്യൂസ്. 1948 മുതൽ 1966 വരെ നീണ്ട 18 വർഷക്കാലം ഈ ഇടവകയിൽ അദ്ദേഹം സേവനം ചെയ്തു. അതൊരു വളർച്ചയുടെ സുവർണ കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് 1969 ജൂൺ 1 അന്നത്തെ തിരുവനന്തപുരം അതിരൂപത മെത്രാൻ പീറ്റർ ബെർണാഡ് പെരേര ഈ ഇടവകയെ ദിവ്യരക്ഷക സഭ, അതായത് റെഡംട്രിസ്റ്റ് വൈദികരെ ഏൽപ്പിച്ചു. നിത്യസഹായ മാതാവിൻ്റെ ആ നൊവേനയും പ്രാർത്ഥനയെല്ലാം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നുള്ള ദൗത്യം കൊടുത്തത് റെഡംട്രിസ്റ്റ് വൈദികരെയാണ്. ഈ കേരളത്തിൽ ആദ്യത്തെ റെഡംട്രിസ്റ്റ് ദേവാലയം ഇതാണ്. അവരേറ്റെടുത്ത ദേവാലയം ഇതാണ്, മുട്ടട. ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. എറണാകുളത്ത് മാലോത്ത്, കാസർഗോഡുണ്ട്. അതുപോലെ സീറോ മലബാർ റീത്തിൽപ്പെട്ട പല റെഡംട്രിസ്റ്റ് ദേവാലയങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യം വന്നത് ഇതിലാണ്. അന്ന് 1942 ഈ ദേവാലയം നിലവിൽ വന്നപ്പോഴത്തേക്ക് കൊടുത്ത പേര് സെൻറ്റ് ഫിലോമിനാസ് എന്നാണ്. പക്ഷേ ആ സെൻറ്റ് ഫിലോമിന വിശുദ്ധയായിട്ട് ഉള്ള ആ ചടങ്ങുകളൊന്നും ശരിക്കും നടക്കാത്തതുകൊണ്ട് പിൽക്കാലത്ത് ഇതിൻ്റെ ദേവാലയത്തിൻ്റെ പേര് വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം, ഹോളി ക്രോസ് ചർച്ച് എന്നാക്കി മാറ്റി. ഈ ദേവാലയത്തിൽ 1991 വരെ ഈ ദേവാലയത്തിലാണ് കുർബാന നടന്നിരുന്നത്. 1991 മറ്റൊരു ദേവാലയം പണിതു. ഇത് നിത്യാരാധന ചാപ്പലാക്കി മാറ്റുകയും ചെയ്തു. എൻ്റെ 1991 നിർമ്മിച്ച പുതിയ ദേവാലയത്തിൻ്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം. ഈ ദേവാലയത്തിൽ 3 റീത്തിൽപ്പെട്ട ആളുകളും അനുദിന ദിവ്യബലിക്കും ഞായറാഴ്ച ദിവ്യബലിക്കും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. അഭിവന്ദ്യ പിതാവും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 റീത്തുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ദേവാലയമായിട്ട് മുട്ടട ഇടവകയെ കാണുന്നു എന്ന് പറയുന്നത് ഒരു ചാരിതാർത്ഥ്യം തന്നെയാണ്. ഏതാണ്ട് ഒരു 12 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ദേവാലയം പണിതത്. ഇവിടെ ഇന്ന് 614 കുടുംബങ്ങളാണ് ഉള്ളത്. 9 വാർഡുകളും 21 BCCകളും ഉണ്ട്. മാസത്തിലൊരിക്കൽ BCC യോഗം നടക്കുന്നുണ്ട്. വൈദികരുടെ സാന്നിധ്യവും സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവും എല്ലാം നടക്കുന്നുണ്ട്. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷത്തിന് വക നൽകുന്നു. കഴിഞ്ഞ വർഷം 2024 വീണ്ടും ഞങ്ങളുടെ ദേവാലയം നവീകരിച്ചെന്ന് പറയുമ്പോൾ അൾത്താരയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ഹൈറ്റെല്ലാം അല്പം ഒന്ന് കൂട്ടി, ഇരിപ്പിടമെല്ലാം അല്പം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷത്തിന് വക നൽകുകയാണ്. ആളുകളുടെ സഹകരണമാണ് ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളതെന്നുള്ളത് എടുത്തു പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല വൈദികരുടെ ഒത്തിരി കോപ്പറേഷൻ നമുക്കുണ്ട്. ഈ മുട്ടട ഇടവകയിൽ ഒരു ധ്യാന കേന്ദ്രവും ഉണ്ട്. ദിവ്യരക്ഷക സഭ ധ്യാനം കേന്ദ്രം ഇവിടെ നിലവിലുണ്ട്. മാസത്തിലൊരിക്കൽ താമസിച്ചുള്ള ധ്യാനവും എല്ലാ ശനിയാഴ്ചകളിലും ഏകദിന ധ്യാനവും നടക്കുന്നുണ്ട്. പിന്നെ രോഗി സന്ദർശനം, ഇവാഞ്ചലൈസേഷൻ ടീം, ഡോക്ടേഴ്സ് ടീം ഒക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 1959 ഏപ്രിൽ 30 മുട്ടട ഇടവകയുടെ കീഴിൽ ഒരു പുതിയ കോൺവെൻറ്റ് സ്ഥാപിതമായി. വിശുദ്ധ അന്നായുടെ നാമധേയത്തിലുള്ള
തിരുച്ചിനാപ്പള്ളി കേന്ദ്രമായിട്ടുള്ള കോൺവെൻറ്റ്. ഇന്ന് അത് വളർന്ന് കേരളത്തിലെ പ്രോവിൻസും കൂടി ഇവിടെയാണ്. ഡാമിയൻ പ്രോവിൻസ്, വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള കോൺഗ്രിഗേഷനിൽ ഡാമിയൻ പ്രോവിൻസും ഈ മുട്ടട സെൻറ്റർ കേന്ദ്രമാക്കി ആണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് ഓൾഡ് ഏജ് ഹോമും ഈ ഇടവകയുടെ കീഴിലുണ്ട്. 10-20 സിസ്റ്റേഴ്സ് ഓൾഡ് ഏജ് ഹോമിലുണ്ട്. അല്ലാതെ ഒരു 8-10 സിസ്റ്റേഴ്സ് ഇടവകയുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കീഴിലൊരു സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ അനുഗ്രഹപ്രദമായ ഒരു ഇടവകയാണ് എൻ്റേത്.